C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഒരു ആക്സിഡന്റ് പറ്റി വഴി കിടന്നാ താങ്ങ രണ്ട് കൈകൾ ഉണ്ടാവുന്നതേ നമ്മുടെ പെട്ടിയിൽ അടുക്കി വെച്ചിരിക്കുന്ന പണത്തിന്റെ പേരിലായിരിക്കത്തില്ല, മനുഷ്യത്വത്തിന്റെ പേരിൽ മാത്രമായിരിക്കും. അപ്പൊ ഈ നോട്ട് കെട്ടിനൊന്നും ഒരു പ്രസക്തി ഇല്ല അമ്മവാ. നിന്റെ ഈ തത്വശാസ്ത്രം കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ലടാ. രാജീവിന്റെ തത്വശാസ്ത്രം ഒന്നും അത് തന്നെയാ. പണം കൊണ്ടും പദവി കൊണ്ടൊന്നും ആരും സ്നേഹിക്കാൻ പറ്റത്തില്ല. എന്നിട്ടും നിങ്ങളൊക്കെ പറയുന്നതും കേട്ട് എല്ലാത്തിനും ഒരു കോമാളിയെ പോലെ ഞാൻ നിന്ന് തന്നു. താലി കെട്ട മണ്ഡപത്തിൽ പോയി കയറിയിട്ട് അവസാനത്തെ നിമിഷം സ്ത്രീധനം തികഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോരുന്നവനെ ഒരു പുരുഷനാണോ? അതൊരു കോളേജ് ലെക്ചറർ. ആ നാണക്കേട് വരെ ഞാൻ സഹിച്ചെങ്കിലേ നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാ. എൻ്റെ അമ്മയുടെ ജീവൻ, അമ്മാവൻ്റെ അഭിമാനം, അങ്ങനെ ഒരുപാട് പരിഗണിക്കാനുണ്ടായിരുന്നു എനിക്ക് മുന്നിൽ. താലി കെട്ടിയ പെണ്ണിനെ ഹോം നഴ്സാക്കി നിർത്തി ഞാൻ ഇവിടെ ആടിയ നാടകത്തെക്കുറിച്ച് അമ്മ പറഞ്ഞല്ലോ. അതിനേക്കാളും വലിയ നാടകമല്ലേ അമ്മേ അമ്മാവനും കൂടെ എനിക്ക് മുന്നിൽ ആടിയത്. ഈ കല്യാണം നടക്കണമെങ്കിൽ 30 പവൻ പൊന്നു കെട്ടിയ തീരുവെന്ന് ഉപാധി വെച്ചത് ആരായിരുന്നമ്മേ? ശാരദാമ്മയോ അതോ എന്റെ അമ്മയോ? ഒരു തരി പൊന്നോ ഒരു നാണയത്തുട്ടോ സ്ത്രീധനമായിട്ട് വേണ്ട, ശാരികയെ മാത്രം മതിയെന്ന് അതിന് മുന്നേ ശാരദാമ്മയോട് പറഞ്ഞിരുന്നേ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ മുന്നില് ഞാൻ ആരായി? അതമ്മ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കൊന്നും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കടം കൊടുത്ത പണത്തിന് പകരം പാവപ്പെട്ട ഒരു മനുഷ്യന്റെ നെഞ്ചിലെ ഒരു റാത്തൽ മാംസം മതി എന്ന് പറയുന്ന ഒരു കൊള്ളപ്പലിശക്കാരന്റെ കഥാപാത്രമുണ്ട്, ഷേക്സ്പിയറിന്റെ ഷൈലോക്ക്. ആ പേരാ നിങ്ങൾക്കൊക്കെ ചേരുക. ഇനി ആർക്കും എന്നെ തടയാനാവത്തില്ല. ശാരിക എന്റെ ഭാര്യയാണെങ്കിൽ അവളെ ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. ഞങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കുകയും ചെയ്യും. താല്പര്യമുള്ളവർക്ക് ഇവിടെ നിൽക്കാം, അല്ലാത്തവർക്ക് പോവാം. അത് അമ്മയാണെങ്കിലും ശരി, അമ്മാവനാണെങ്കിലും ശരി. എന്താ വിജയ്? വിജയ് ഇട രാജീവേ, ഇട രാജീവേ ഇങ്ങോട്ട് വേടാ. വിജയ് എന്ത് പറ്റി? അയ്യോ ഇട രാജീവേടാ, ഈ നാടകം ഒന്നിന് വില പോകത്തില്ല അമ്മേ. വിജയ് ഇട നാടകം അല്ലടാ. വിജയ് കണ്ണു തുറക്ക് വിജയ്. അയ്യോ ഇട രാജീവേ ചോര. അയ്യോ എന്റെ ദൈവമേ, ഇടാ ഇത് നാടകമല്ലടാ, ഇങ്ങോട്ട് നോക്ക് ചോര. അയ്യോ അമ്മേ. വിജയ് വിജയ്. അയ്യോ അമ്മേ. വിജയ് വിജയ് അമ്മ എന്തുപറ്റി അമ്മേ? കണ്ണു തുറക്ക് വിജയ്. അമ്മ എണീക്കമ്മേ, അമ്മ കണ്ണു തുറക്കമ്മേ. അയ്യോ എന്റെ ദൈവമേ. അമ്മേ ഇടാ ഇത് അഭിനയമൊന്നും അല്ലടാ, വേഗം ആശുപത്രി കൊണ്ടുപോകാം. ഇടാ അല്ലേ കുഴപ്പാ. അച്ഛനോട് എന്റെ മനസ്സിൽ ഇഷ്ടം മാത്രമേ ഉള്ളൂ, അതൊന്ന് തുറന്നു പറയണം. എന്റെ വാക്കുകൾ എന്തെങ്കിലും ആ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കണം. ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ചെല്ലുമോളെ. അവളുടെ മനസ്സ് ഇത്രയൊക്കെ ഉള്ളു മോളെ. അവക്കങ്ങനെ പിണങ്ങിയിരിക്കാനൊന്നും ആവില്ല ആരോടും. നേരം വെളുത്ത് വരുമ്പോഴേക്കും അച്ഛനത് എവിടെ പോയി? അച്ഛാ, അച്ഛാ, അച്ഛാ. ശാരിക മോൾക്ക്
മോൾ ഇന്നലെ പറഞ്ഞതെല്ലാം 100% ശരിയാ. അച്ഛനത് അംഗീകരിക്കുന്നു. മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ പോലുമുള്ള യോഗ്യത ഈ അച്ഛനില്ല. ചെയ്തു കൂട്ടിയതിനൊന്നും ഒരു ന്യായീകരണവും അച്ഛനില്ല. അങ്ങനൊക്കെ സംഭവിച്ചു പോയിന്ന് പറഞ്ഞൊഴിയാനുള്ള തൊലിക്കട്ടിയുമില്ല. തെറ്റാണ്, പാപമാണ് ചെയ്തതൊക്കെ. പ്രായശ്ചിത്തം ചെയ്യാനുള്ള നിവൃത്തിയില്ല. സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. പക്ഷേ ചെയ്തതിനെല്ലാമുള്ള ശിക്ഷ അച്ഛനിപ്പോ അനുഭവിക്കുന്നുണ്ട്. ഓരോ നിമിഷവും മനസാക്ഷിയുടെ ചൂണ്ടുവിരലിന് മുന്നിൽ ജീവിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയില്ല. അതിലും ഭേദം മരണമാണെന്ന് അച്ഛന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ശിക്ഷ അനുഭവിച്ച അച്ഛൻ ജീവിച്ചേ മതിയാവും. എന്നോട് തന്നെയുള്ള വെറുപ്പിൽ ഞാൻ സ്വയം വിധിക്കുന്ന ശിക്ഷയാത്. ജീവിതം തന്നെ അച്ഛന്റെ ശിക്ഷ. നിങ്ങളുടെ ജീവിതം തകർത്തവന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് 2 വട്ടമാണ് നിങ്ങൾ എന്നോട് കരുണ കാട്ടിയത്. അതിനുള്ള നന്ദിയും കടപ്പാടും തീരില്ലെനിക്ക്. മോൾക്ക് എന്നോട് പരിഭവമൊന്നുമില്ലെന്നും മോളുടെ മനസ്സിൽ ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്നും അച്ഛനറിയാം. ആ അടുപ്പം പോലും അച്ഛനിപ്പോ ഉള്ളു നീറ്റുന്നൊരു ബാധ്യതയാണ്. അതുകൊണ്ട് അച്ഛൻ പോകുന്നു, ആരോടും പരിഭവങ്ങളില്ലാതെ. ഈ ഭൂമിയുടെ ഏതെങ്കിലും കോണിൽ അച്ഛനുണ്ടാവും. അവിടെ ഇരുന്ന് അച്ഛൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് നല്ലത് മാത്രം വരണമേ എന്ന്. കൂടുതൽ നീട്ടുന്നില്ല മോളെ. കണ്ണു നിറഞ്ഞ് അക്ഷരങ്ങൾ അവ്യക്തമായി തുടങ്ങി. നിർത്തുന്നു. ഇനിയെങ്കിലും മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരച്ഛൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.